അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജ് 2 സ്റ്റോക്ക് ആണെങ്കിൽ അത് എത്ര ദിവസമായി സ്റ്റേജ് 2 ആയി എന്ന് ഇവിടെ കാണിക്കുന്നു. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് KIOCL എന്ന് പറയുന്ന സ്റ്റോക്ക് ഇവിടെ സ്റ്റേജ് 2 ആണ്. 9 ദിവസമായിട്ട് ഇവിടെ സ്റ്റേജ് 2 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്റ്റോക്കുകളിൽ ഒരു 40-60 ദിവസമോ കൂടുതലായ ഒരു സ്റ്റേജ് 2 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, അതായത് JK സിമെന്റ് പോലുള്ള 98 ദിവസമായി ഓൾറെഡി, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാം അത് ഒരു അപ് ട്രെൻഡിലായിരുന്നു എന്ന്. എന്നാലും ഇത്രയും ദിവസം അപ് ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഇനിയും ഒരുപാട് നാൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ചിലപ്പോൾ അതൊരു റിസ്ക് ആയിരിക്കാം. അപ്പോൾ എപ്പോഴും നല്ലത് 2-3 വീക്കെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സ്റ്റോക്കുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജ് 2 എപ്പോഴും ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിൽ കുറഞ്ഞ സ്റ്റോക്കുകളാണെങ്കിൽ വളരെ നല്ലതാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്ന ഫീച്ചർ നമ്മുടെ മന്ത്ലി പ്ലാനിൽ വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഞാൻ ഈ പൊസിഷൻ സ്കാനർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സ്റ്റേജ് 2ന്റെ സെയിം ഫീച്ചർ ഇൻട്രാഡേ സ്കാനറായ മാർക്കറ്റ് മൂവറിൽ പോയാൽ തന്നെ അവിടെയും ഓരോ സ്റ്റോക്ക് വരുമ്പോഴും സ്റ്റേജ് 2 ആണെങ്കിൽ അത് അവിടെ ഇതുപോലെ ഒരു ടാഗ് വരുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സ്വിംഗ് സ്കാനറായ നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ, ഇതിലും ഈ സെയിം ഫീച്ചർ ഉണ്ട്. എന്തെങ്കിലും ബൈസിൽ വരുന്ന സ്റ്റോക്കുകളിൽ ഇതുപോലെ സ്റ്റേജ് 2 ആണെങ്കിൽ അത് ഓൾറെഡി ഒരു ടാഗ് വരുന്നതാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നത്. അഡീഷണലി ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണാം, തൻല. ഇത് ഓൾറെഡി ഇന്ന് വന്ന ഒരു ബൈ ആണ്. അതിൽ ഓൾറെഡി നമുക്ക് ഈ തൻല സ്റ്റേജ് 2 സ്റ്റോക്കാണ്. പക്ഷെ അത് എത്ര ദിവസമായെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു പൊസിഷണൽ സ്കാനറിൽ വരണം. ഇവിടെ തൻല നോക്കിയാൽ മാത്രമേ നമുക്ക് എത്ര ദിവസമായെന്ന് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ കണ്ട പോലെ സ്റ്റേജ് 2 ഒരു അനലിറ്റിക്സ് പോലെ തന്നെ വേറെയും നമുക്ക് അനലിറ്റിക്സ് ബ്രേക്ക് പോയിന്റിലുണ്ട്. അതുകൂടാതെ തന്നെ ഒരു 3 ഇൻട്രാഡേ സ്കാനറുകളും ഒരു 4 സ്വിംഗ് സ്കാനറുകളും നമുക്ക് ബ്രേക്ക് പോയിന്റിലുണ്ട്. ബ്രേക്ക് പോയിന്റിൽ നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമയം വിലപ്പെട്ടാണ് അല്ലേ. ബ്രേക്ക് പോയിന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്റ്റോക്ക് റിസർച്ചിന് വേണ്ടി വരുന്ന സമയം എങ്ങനെ ഒക്കെ കുറയ്ക്കാമെന്നാണ്. അപ്പോൾ അതിനുള്ള ടൂളുകളും അതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ ബ്രേക്ക് പോയിന്റിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും സമയം ഇതുപോലെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പോയിന്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ബ്രേക്ക് പോയിന്റ് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന സപ്പോർട്ട് നമ്പറിൽ, വാട്സപ്പ് സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ പറ്റുന്നതാണ് അതിനെക്കുറിച്ച്. കൂടാതെ ഇതിൻ്റെ വീഡിയോസ്, ഇത് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.